ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചേനക്കറിയാണ് കേട്ടോ. ചേനയും തക്കാളിയും വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിക്കൊരു അരപ്പ് വേണം. അരപ്പിന് തേങ്ങ, ജീരകം, വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ചേന വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉപ്പ് നമ്മൾ ചേന ആദ്യം തന്നെ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ചേന വേവില്ല. നമുക്കത് വെന്ത ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റാണ്, പക്ഷെ നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ചോറിന് ഇത് മാത്രം മതി കഴിക്കാനും. ഇതും ഉണക്കൽ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് അവിടെ തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന സമയം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഇട്ടുന്നത് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. നമ്മളിത് ചേന കുക്കറിലൊന്നും വേവിക്കരുത് കേട്ടോ. ചട്ടിയിൽ നമ്മൾ കഷ്ണങ്ങൾ വെച്ചിട്ട് വേവിക്കുക. കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇനി അതൊന്ന് വെട്ടി തിളക്കട്ടെ. നമുക്കത് വറവിടാൻ വേണ്ടിയിട്ട് കടുകിൽ വറവിട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.